അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നീ എന്തെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര നാളും ജീവിച്ചത്. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ കൂട്ടി വെച്ച മുഴുവൻ നിനക്ക് വേണ്ടിയാ. ഇന്നുവരെ നീ ചോദിച്ചത് എന്തെങ്കിലും വാങ്ങി തരാതിരുന്നിട്ടുണ്ടോ? പറ. ഞാനില്ലാതായി അതാണ് നിനക്ക് സന്തോഷം എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ തയ്യാറാണ്. നിന്നെ കൈപ്പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഭാഗ്യം ഞാൻ വിശ്വസിച്ചിരുന്നു. നിനക്കൊപ്പം യാത്ര ചെയ്യാനാ ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ കാറ് വാങ്ങിയത്. എൻ്റെ സ്നേഹം എനിക്ക് ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ അറിയൂ. പിന്നെ ഇനിയെല്ലാം നിന്റെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. നീ ഒപ്പിടില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഇതിൽ ഒപ്പിട്ട സ്ഥിതിക്ക് നിനക്ക് സ്വതന്ത്രമായി പോവാം. ഇനി ഞാൻ നിന്റെ പുറകെ ശല്യത്തിന് വരില്ല. കണ്ണേട്ടൻ ഇന്ദുവിനെ തിരിഞ്ഞു നോക്കാതെ ജനലരികിൽ പുറത്തേക്ക് നോക്കി നിന്നു. കണ്ണേട്ടൻ്റെ ചിതറി വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തെറിച്ച് വീണ് ഇന്ദുവിൻ്റെ ഹൃദയം പൊള്ളുന്നുണ്ടായിരുന്നു. ഒരുപാട് കല്യാണാലോചനകൾക്ക് ശേഷം ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത പരിഭ്രമമായിരുന്നു മനസ്സിൽ. ചെറുക്കം പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് സമ്മതം പറഞ്ഞ വേറൊന്നും നോക്കേണ്ട, അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം. കണ്ണേട്ടൻ കാണാൻ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവൾ നിന്ന് വിറക്കുന്ന കണ്ടിട്ട് പുഞ്ചിരിയോടെ ഇന്ദുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കണ്ണേട്ടൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തൊക്കെയാണ് മറുപടി പറഞ്ഞെന്ന് ഓർമ്മയില്ലാത്തൊരവസ്ഥ. അപ്പോൾ തന്നെ ഇഷ്ടം പറഞ്ഞു, കല്യാണത്തിന് വാക്ക് കൊടുത്തു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. വിവാഹ നിശ്ചയവും ഫോൺ വിളിയുമൊക്കെയായി മുന്നോട്ട് പോയി. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. കണ്ണേട്ടൻ ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി. ഇനി മരിക്കും വരെ ഒന്നായിരിക്കണമെന്ന ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണേട്ടനോടുള്ള സ്നേഹം കൊണ്ട് വീട്ടിലുണ്ടായ കുഞ്ഞു വേദനകളും വിഷമങ്ങളും സഹിച്ചു. ഒരുമിച്ചുള്ള കുഞ്ഞു യാത്രകളിലൂടെ ഒരുപാട് സന്തോഷിച്ചു. പിന്നീടാണ് അറിഞ്ഞത് കണ്ണേട്ടൻ്റെ ഇന്ദുവിൻ്റെയും നാള് മുന്നാളാണത്രേ. അതുകൊണ്ട് എപ്പോഴും ജീവിതം പ്രശ്നങ്ങളായിരിക്കുമെന്ന് ബന്ധുവായ അമ്മായി പറയുന്നത് കേട്ടു. കണ്ണേട്ടനെ കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ എണീറ്റ് പോയി. അന്ന് രാത്രി കണ്ണേട്ടൻ്റെ നെഞ്ചിലേക്ക് ഇന്ദുവിൻ്റെ കണ്ണുനീരിൻ്റെ നനവ് പടർന്നപ്പോൾ ഒരു കുഞ്ഞാവുമ്പോൾ എല്ലാവരുടെയും വിഷമങ്ങൾ മാറും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. 2 ദിവസം അമ്മയുടെ കൂടെ വീട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ ഉടനെ കൊണ്ടുവിട്ടു. 2 ദിവസം കൊണ്ട് നിന്റെ വിഷമവും കരച്ചിലൊക്കെ വീട്ടിൽ വിട്ട് വന്നേക്കണം എന്ന താക്കീത് നൽകിയാണ് വിട്ടത്. 2 ദിവസം കഴിഞ്ഞ് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടും അന്ന് വൈകിട്ട് തന്നെ കണ്ണേട്ടനെ തിരിച്ചു വിളിച്ച് കൊണ്ടുപോകാൻ അവൾ വിളിച്ചു പറഞ്ഞു. കണ്ണേട്ടൻ ഇന്ദുവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ എല്ലാവരും ആശുപത്രിയിലായിരുന്നു. ഇന്ദു മയങ്ങി വീണു. കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ അച്ഛനും അമ്മയും ആശുപത്രിയിലേക്ക് പാഞ്ഞു വന്നു. ഇന്ദുവിൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കാനാവാതെ തലയിൽ കൈവച്ചിരുന്നു പോയി. ഇന്ദു ഗർഭിണിയായിരുന്നു. വൈകിട്ട് തലകറങ്ങി വീണ ആഘാതത്തിൽ ബ്ലീഡിംഗ് ആയി. കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും ഒരു ശ്രദ്ധയുമില്ലാതെ പോയത് കഷ്ടമായി എന്ന് പറഞ്ഞ് ഇന്ദുവിൻ്റെ അമ്മ കണ്ണേട്ടനെ കുറ്റപ്പെടുത്തി. കണ്ണേട്ടന് വിഷമമുണ്ടായെങ്കിലും അത് പ്രകടിപ്പിക്കാതെ ഇന്ദുവിൻ്റെ അരികിലിരുന്നു. ഇന്ദുവിൻ്റെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് പറഞ്ഞു, വിഷമിക്കേണ്ട പെണ്ണേ, ആ കുഞ്ഞ് നമുക്കുള്ളതല്ലായിരുന്നു. ഞാൻ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വിളിക്കാൻ വരും എന്ന് പറഞ്ഞിട്ട് ചെലവിന് കുറച്ച് രൂപയും കയ്യിലേൽപ്പിച്ച് തിരിച്ചുപോയി. ഇന്ദുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മാവിൻ്റെ അടക്കിപ്പിടിച്ച് സംസാരം കേട്ടു. എന്നാലും നിങ്ങൾ ചെയ്ത വലിയ തെറ്റ് തന്നെയാ. നമ്മുടെ മകൾക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അവരോട് ഇപ്പോഴെങ്കിലും തുറന്ന് പറയണമായിരുന്നു എന്ന് അമ്മാവൻ പറഞ്ഞു. പണ്ടേ ആൾക്കൊരു ദേഷ്യമുണ്ട് ഇന്ദുവിനെ അയാളുടെ മകനെ കെട്ടിച്ചു കൊടുക്കാഞ്ഞിട്ട്. അച്ഛൻ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു, ജാതകത്തിലുള്ള അതേപടി വിശ്വസിക്കുന്നത് ശുദ്ധ മണ്ടത്തരോ. ഇക്കാലത്ത് ആരും ഇങ്ങനെ ഒരു മണ്ടത്തരത്തിൽ വിശ്വസിക്കില്ല. ദയവ് ചെയ്ത് ഇതൊന്നും ഇന്ദു കേൾക്കാൻ പറയരുത്. അച്ഛൻ മുറിയിലേക്ക് വന്നപ്പോൾ ഇന്ദു ഉറങ്ങുന്ന പോലെ കിടന്നു. ആശുപത്രിയിൽ നിന്ന് 1 ആഴ്ച കഴിഞ്ഞിട്ടും ഇന്ദു കണ്ണേട്ടനോടൊപ്പം തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല. അവളുടെ മനസ്സ് നിറയെ കുറ്റബോധമായിരുന്നു. അവൾ കാരണം കണ്ണേട്ടൻ്റെ ജീവിതം നശിച്ചു പോകുന്നില്ലെന്ന് ഓർത്തപ്പോൾ ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന പോലെ തോന്നി. അവൾ ആരോടും മിണ്ടാതെയായി. ചോദിക്കുന്നതിന് മറുപടി പോലും പറയാതെയായി. വെറുതെ ഓരോ കാരണങ്ങളുണ്ടാക്കി വഴക്കുകൾ പതിവായി. ഇന്ദു കണ്ണേട്ടനിൽ നിന്ന് എത്രത്തോളം അകലാൻ ശ്രമിച്ചാലും അവൻ സ്നേഹം കൊണ്ട് അവളെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. നിർബന്ധിച്ച് ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുമായിരുന്നു. ട്രീറ്റ്മെൻറ്റിനിടയിലെ ചെക്കപ്പിൽ ഇന്ദുവിനാണ് പ്രശ്നമെന്നറിഞ്ഞപ്പോൾ അവൾ കൂടുതൽ തകർന്നുപോയി. മരുന്ന് കഴിച്ചാൽ മാറുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഇന്ദുവിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കണ്ണേട്ടൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഇന്ദുവിനെ ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ജീവിതം ഒന്നേയുള്ളൂ, അതിങ്ങനെയുള്ള ഒരു അഹങ്കാരിയായ പെണ്ണിന് വേണ്ടി എന്തിന് പാഴാക്കുന്നു എന്ന് പലരും ഉപദേശിച്ചു. അവർക്കൊന്നും കണ്ണേട്ടൻ ചെവി കൊടുക്കാറില്ലായിരുന്നു. പക്ഷെ ഇന്ദുവിൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് ഇനി പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് കണ്ണേട്ടനും മനസ്സിലാക്കി തുടങ്ങി. അവസാനം ഇന്ദു വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുണികളും മറ്റുമെല്ലാം എടുത്തു വയ്ക്കുന്നുണ്ട്. കണ്ണേട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. കയ്യിലിരുന്ന ഫയൽ ഇന്ദുവിൻ്റെ കയ്യിൽ കൊടുത്തു. നീ ചോദിച്ചാൽ ഞാൻ വാങ്ങിത്തന്നില്ല എന്ന് പറയരുത്. നമ്മൾ തമ്മിൽ വിവാഹമോചനത്തിനുള്ള സമ്മതപത്രം ഇതിൽ ഞാൻ ഒപ്പിട്ടു. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ഒരിക്കലും നിനക്ക് ബാധ്യതയാവരുത്. നീ ഇപ്പം തന്നെ ഇതിൽ ഒപ്പിടണം എന്ന് പറഞ്ഞ് പേന ഇന്ദുവിന് നേരെ നീട്ടി. ഒഴുകാനൊരുങ്ങിയ കണ്ണീരിനെ ഒളിപ്പിച്ചിരുത്തിക്കൊണ്ട് പേന വാങ്ങി. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. പേന വിരലുകൾക്കിടയിൽ നിന്ന് തെന്നിപ്പോകുന്ന പോലെ ഒരു വിധത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞതും കണ്ണേട്ടൻ അത്രനാൾ പ്രകടിപ്പിക്കാനും ദേഷ്യം മുഴുവൻ മിന്നലിൻ്റെ വേഗത്തിൽ പാഞ്ഞു വന്നു.
ജനലിനരികിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന കണ്ണേട്ടൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർക്കണമെന്ന് മനസ്സ് തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൾ മനസ്സിനെ നിയന്ത്രണത്തിലാക്കി. വിറക്കുന്ന കൈകളോടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട സമ്മതപത്രവും പേനയും മേശമിൽ വെച്ച് ബാഗും എടുത്തിറങ്ങി. വീട്ടിലെത്തിയത് അമ്മയുടെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് മുറിയിലേക്ക് നടന്നു. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഒരു 2 വർഷത്തെ ദാമ്പത്യം, 2 വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഒരായുസ് മൊത്തം ഓർത്തിരിക്കാനുള്ള സ്നേഹം കണ്ണേട്ടൻ തന്നിട്ടുണ്ട്. അത് മതി. കണ്ണേട്ടൻ കുറേശ്ശെ മറന്നോളും. മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കട്ടെ. ഇന്നേക്ക് 8 മാസം കഴിഞ്ഞു ഇന്ദു വീട്ടിൽ നിന്ന് പോയിട്ട്. അവന് അവളില്ലാതെ വീട് മരണ വീട് പോലെ തോന്നിച്ചു. പെട്ടെന്ന് ഫോണിലൊരു കോൾ വന്നു. ഇന്ദുവിൻ്റെ അച്ഛനാണ്. ഇന്ദു ആശുപത്രിയിലാണെന്നും കണ്ണേട്ടനെ കാണണമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അവൻ വേഗം ബൈക്കുമെടുത്ത് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ നിറവയറുമായി നിൽക്കുന്ന ഇന്ദുവിനെ കണ്ട് കണ്ണേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോഴത്തെ ഒരു വാശിക്ക് ചെയ്തു പോയി. പക്ഷേ പിന്നീട് ധൈര്യമില്ലായിരുന്നു കണ്ണേട്ടൻ്റെ മുമ്പിൽ വരാൻ. ഇപ്പോഴും കണ്ണേട്ടനെ കാണാതെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയാലൊന്ന് പേടി വന്നോണ്ടാണ് അച്ഛനോട് പറഞ്ഞു വിട്ട്. ഇന്ദുവിൻ്റെ അച്ഛൻ ജാതിയിൽ ഇന്ദുവിന് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് അമ്മാവൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ ഡിവോഴ്സിന് വേണ്ടി മനഃപൂർവ്വം അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് കേട്ടപ്പോൾ കണ്ണേട്ടൻ ഇന്ദുവിൻ്റെ ചെവിക്ക് പിടിച്ചു. അയ്യോ, കുഞ്ഞിക്കണ്ണിന് വേദനിക്കും കേട്ടോ ഇന്ദു പറഞ്ഞപ്പോൾ കണ്ണേട്ടൻ പിടിവിട്ടു. ഒരു ജാതകത്തിൽ ഏതോ മണ്ടനെന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞലോടി. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വിവരമില്ലാതെ പെരുമാറിയത് മണ്ടത്തരം തന്നെയാണ്. ഏത് ജാതക്കാരനാ പറഞ്ഞെന്ന് എനിക്കറിയണം. നമ്മുടെ കുഞ്ഞിക്കണ്ണനെ അയാളെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞ് കണ്ണേട്ടൻ ഇന്ദുവിൻ്റെ വയറിൽ ചുണ്ടുമുട്ടിച്ചു. അയ്യോ, എന്നെ തൊഴിച്ചു. ഇനി കുഞ്ഞ് ഇന്ദുവാണോ? അവളുടെ സ്വഭാവം കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ അയാൾ പൊട്ടിച്ചിരിച്ചു. 5-6 വർഷങ്ങൾക്ക് ശേഷം ഇന്ദു ഒന്ന് വേഗം വരുന്നുണ്ടോ? കണ്ണൻ കാറിൻ്റെ ഹോൺ നീട്ടിയടിച്ചു. ആദ്യം സ്കൂൾ ബാഗുമായി കുഞ്ഞിക്കണ്ണൻ ആര്യൻ ഓടി വന്ന് കയറി. രണ്ടാമത് കുഞ്ഞ് ഇന്ദു ലച്ചു കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് വരുന്നുണ്ട്. പുറകെ ഇന്ദു. ഇന്ദുവിന് കുട്ടികളെ പുതുതായി ചേർത്ത് സ്കൂൾ ടീച്ചറായി ജോലി കിട്ടി. അവൾ വേഗം കാറിൽ കയറിയിരുന്നു. ഇന്ദു കണ്ണേട്ടൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ണേട്ട, നമുക്ക് നമ്മുടെ കുട്ടികളെ ജാതകം എഴുതിക്കാൻ അമ്മാവ് പറഞ്ഞ ആ ജാതക്കാരനോട് പറഞ്ഞാലോ? കണ്ണേട്ടൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ ജ്യോതിഷ പ്രവചനത്തിന് പ്രതിഫലമായിട്ട് ആരോ അയാൾക്കിട്ട് പണിയെടുത്തു. അയാൾ കെട്ടും പാണ്ടുമായിട്ട് നാടുവിട്ടെന്നാണ് കേട്ടത്. ഇനി എന്നെ ജാതകത്തിൻ്റെ പേരിൽ ശിക്ഷിക്കലേ എൻ്റെ ഭാര്യയെ. പൊട്ടിച്ചിരികളോടെ കാറ് മുമ്പോട്ട് നീങ്ങി. മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ജീവിതം സുന്ദരമാക്കുന്നത്.